ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് റംലാൻ ഇഫ്താർ വ്ളോഗ് 19 ആണ്. അപ്പോൾ നമ്മുടെ 19ാമത്തെ ഇഫ്താർ പ്രിപ്പറേഷൻ വിശേഷങ്ങൾ ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഐറ്റംസ് അല്ലെങ്കിൽ വിശേഷങ്ങൾ, എൻ്റെ കുക്കിംഗ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനതാ കുറച്ച് ചിക്കൻ എടുത്ത് നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ബോക്സ് ഗ്രേപ്സാണ്. അത് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണ്. പിന്നെ നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഒരു ഇഫ്താർ ഒരു നോമ്പ് തുറ നമ്മൾ പാർക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5-6 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫാമിലീസും കുറച്ച് ഐറ്റംസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചൊരു നോമ്പ് തുറയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നോമ്പ് തുറയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ ഫ്രൂട്ടായിട്ട് ഗ്രേപ്സാണ് എടുക്കുന്നത്. അതും വാഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ ഫ്രൈ ചെയ്യുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഷവർമ, ബ്രെഡ് ഷവർമ പോക്കറ്റ്, അതുപോലെ തന്നെ ഇറച്ചിപ്പത്തിരി, സമൂസ, അങ്ങനെയുള്ള വേറെ സ്പൈസി ആയിട്ടുള്ള സ്നാക്കും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വീറ്റായിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, എന്നാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ സ്നാക്ക് തന്നെയാണ് ഞാൻ റെഡിയാക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ ഞാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൂടാതെ ഒരു ഏത്തപ്പഴമൊക്കെ ചേർത്തിട്ട്, ഏത്തപ്പഴവും കാഷ്യൂനട്ടും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ സ്വീറ്റ് സ്നാക്ക്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 2 സ്നാക്കാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഞാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഡേറ്റ്സ് എടുത്തു. അതിൻ്റെ ഉള്ളിലെ സീഡ് റിമൂവ് ചെയ്തതിന് ശേഷം കാഷ്യൂനട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പണികളൊക്കെ നമ്മളൊരു ഉച്ചയോടുകൂടി തുടങ്ങിയതാണ്. നമുക്കൊരു 4-4:30, 5 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആവണം. കാരണം നമ്മളിന്ന് ദുബായിൽ അൽ കവനീജിലുള്ള ഖുറാനിക് പാർക്കിലാണ് നോമ്പ് തുറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസും സ്നാക്സും ഒക്കെ വെച്ചിട്ട് നോമ്പ് തുറക്കും. പിന്നെ പാർക്കിൽ തന്നെയാണ് നമ്മുടെ പ്രയറും കാര്യങ്ങളും ഒക്കെ. നമ്മൾ അവിടെ മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോവാം. അതല്ലാതെ പാർക്കിൽ തന്നെ നമ്മൾ മാറ്റൊക്കെ വിരിച്ച് പ്രയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രയറിന് ശേഷം നമ്മൾ മെയിൻ ഫുഡായിട്ടും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഐറ്റംസ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. പത്തിരി, അതുപോലെ തന്നെ ഇടിയപ്പം, പിന്നെ നമ്മുടെയൊക്കെ സ്പെഷ്യൽ കോട്ടയംകാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം തിക്കിടി, പിന്നെ ഗീ റൈസ്, പിന്നെ കറികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ റംലാൻ ഇഫ്താർ വ്ളോഗ് 19ൻ്റെ കുക്കിംഗ് വിശേഷങ്ങളാണ്. ഞാൻ പാർക്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുക്ക് ചെയ്യുന്ന ഐറ്റംസിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇനി വേറൊരു വീഡിയോയിലാണ് നമ്മുടെ പാർക്കിലെ വിശേഷങ്ങളും നമ്മുടെ നോമ്പ് തുറയും കാര്യങ്ങളും ഒക്കെ ഞാൻ നെക്സ്റ്റ് ഡേയിൽ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഏത്തപ്പഴം, ഒരു 3-4 ഏത്തപ്പഴം ഒന്ന് വഴട്ടിയെടുത്തു. അതിലേക്ക് ഒരു പിടി തേങ്ങ, പിന്നെ ആവശ്യത്തിന് കാഷ്യൂനട്ട്, ഏലയ്ക്ക ഒക്കെ ഇട്ടു. ഞാനിതിൽ ഗീ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഗീയുടെ ഫ്ലേവർ പിടിക്കണം എന്നില്ലല്ലോ. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേനും ഞാൻ ഈ പഴം ഞുറുക്കെന്ന് പറയുന്നത് ഗീയിലാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ കോക്കനട്ട് ഓയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര, ഷുഗറൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം മധുരമൊക്കെ കുറച്ച് വേണ്ടവരായതുകൊണ്ട് ഞാൻ ഷുഗറൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ പഴംപൊരിയുടെ സെയിം ബാറ്ററാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൈദയും
അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കലക്കി ഡേറ്റ്സിൽ കാഷ്യൂനട്ട് സ്റ്റഫ് ചെയ്തത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും നമ്മൾ ഫ്രൈ ചെയ്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് അതും എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള 2 ടൈപ്പ് സ്നാക്കാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് നമ്മുടെ പഴം ഞുറുക്കും, ഒന്ന് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈയും. അപ്പോൾ കഴിഞ്ഞ ദിവസമൊന്നും ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീക്കെൻഡ് ആകുമ്പോഴത്തേനും റമദാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തിരക്കാണ്. എല്ലാ ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേയും പുറത്താണ്. കാരണം ഫ്രണ്ട്സായിട്ടും അതുപോലെ തന്നെ അങ്ങനെ പാർക്കിലായിട്ടും റെസ്റ്റോറൻറ്റ്സിലായിട്ടും ഓരോരോ ഇഫ്താർ കാര്യങ്ങളൊക്കെ നമ്മൾ മൺഡേ ടു തേഴ്സ്ഡേ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ആയിരിക്കും നോമ്പ് തുറ. എന്നാൽ ഫ്രണ്ട്സും ബാക്കിയുള്ള പുറത്തെ നോയമ്പ് തുറയായിരിക്കും ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡും വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള റമദാൻ ഡേയ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീക്കെൻഡ് ഇഫ്താർ വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഖുറാനിക് പാർക്കിലെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്ന നമ്മുടെ കുക്കിംഗ് വ്ളോഗാണ്. നമ്മുടെ കുക്കിംഗ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. അതായത് ഇഫ്താറിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ കുറച്ച് കൂടുതലുണ്ട് ക്വാണ്ടിറ്റി. നമ്മൾ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴം ഞുറുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഐറ്റംസ് ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ കണ്ടെയ്നറിലേക്ക് ഇട്ടൊക്കെ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് കണ്ടെയ്നറിലേക്ക് മാറ്റി മാറ്റി വെക്കുകയാണ്. കാരണം ഒരു 4:35 നമുക്ക് ഇറങ്ങണം. കാരണം ഇപ്പോൾ റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ പാർക്കുകളിലൊക്കെ വളരെ നല്ല തിരക്കാണ്. അപ്പം നമുക്ക് ഇരിക്കാനായിട്ട് കുറച്ച് പ്രൈവസി ആയിട്ട് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് നേരത്തെ ഇറങ്ങിയാലേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആവാതെ ഐറ്റംസൊക്കെ പെട്ടെന്ന് റെഡിയാക്കുകയാണ്. പിന്നെ ഇത് ഇഫ്താറിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ്സ് ബോക്സ് എന്നൊക്കെ പറയാം. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റ്സിൽ നമ്മുടെ പല പല സ്റ്റഫിങ് പിസ്ത ആയിട്ടും വാൾനട്ടായിട്ടും ഡേറ്റ്സ് ആയിട്ടും അങ്ങനെ ഒരുപാട്, പിന്നെ കുറച്ച് 2-3 ടൈപ്പ് സ്പെഷ്യൽ സ്വീറ്റും ഉണ്ട്. അപ്പോൾ അതും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ഒക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതും ഒരു റമദാൻ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റംസ് റെഡിയാക്കി ഒന്നും വിട്ടുപോകാതെ ടേബിളിലേക്ക് കൊണ്ടുപോകേണ്ട ഓരോരോ ഐറ്റംസ് നമ്മൾ ടേബിളിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പഴം ഞുറുക്കെന്ന് പറയുന്നത് തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ മാറി തണുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ പഞ്ചസാരയൊക്കെ ഒന്ന് ആഡ് ചെയ്തു. കുറച്ചും കൂടെ മധുരം ഉണ്ടെങ്കിലാണ് അത് കഴിക്കാൻ. നട്ട്സും അതുപോലെ തന്നെ തേങ്ങയും ഷുഗറും ഒക്കെ ചേർത്ത് ഒരുമിച്ച് കൂട്ടിക്കുഴച്ച് കഴിക്കാനാണ് അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ എന്ന് പറയുന്ന ഈന്തപ്പഴം പൊരിച്ചത് ബാച്ചായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ അതും ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചു കോരുകയാണ്. ഇതും ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടല്ലോ, നമ്മുടെ പഴംപൊരിയുടെ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു സ്നാക്കാണ്. പിന്നെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബാക്കി ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് നോക്കാം. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടെയ്നറിലാക്കി നമ്മുടെ അത്യാവശ്യം നന്നായിട്ട് തണുത്തതിന് ശേഷം ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ കണ്ടെയ്നറിലോട്ടാക്കി. പിന്നെ 1-2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടെയ്നർ ക്ലോസ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഡേറ്റ്സ് ഇതും ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വേറൊരു കണ്ടെയ്നറിലോട്ടാക്കി അതും കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പം ഞാൻ മെയിൻ കോഴ്സായിട്ട് കൊണ്ടുപോകുന്നത് പത്തിരിയാണ്. അപ്പോൾ നമുക്ക് പത്തിരിയുടെ കാര്യങ്ങൾ റെഡിയാക്കണം. പിന്നെ ചിക്കൻ കറി, പിന്നെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിൽ കുറേ നേരം മുക്കി റെഡിയാക്കി വെച്ച നമ്മുടെ ഗ്രേപ്സാണ്. അപ്പോൾ ഗ്രേപ്സും ഞാൻ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ബോക്സിൽ കൊണ്ടുപോവുകയാണ്. ഈ ഗ്രേപ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മധുരമുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഗ്രേപ്സാണ്. പിന്നെ
ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡേറ്റ്സ് ആണ്. അപ്പോൾ നോമ്പ് മുറിക്കാനായിട്ട് ഏറ്റവും ആദ്യം നോമ്പ് മുറിക്കാനായിട്ടുള്ള ഡേറ്റ്സ് ഞാനൊരു ബോക്സ് എല്ലാവർക്കും എടുത്തതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ മുന്നേ കാണിച്ചല്ലോ, നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സ്വീറ്റ്. അപ്പോൾ അതും ഞാനിതാ ടേബിളിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ കൊണ്ടുപോകാനുള്ള ഓരോ ഐറ്റംസ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഡേയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ടൈം ഉള്ളതുപോലെ ഞാൻ പതിയെ ഷെയർ ചെയ്യാം. ഇന്ന് നൈസ് പത്തിരി, ഞാൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ നൈസ് പത്തിരിയുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നൈസ് പത്തിരിയുടെ ക്വാണ്ടിറ്റിയൊക്കെ അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ ഈ വാട്ടർമെലൺ ഞാൻ എടുത്തിരിക്കുന്നത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പല പല കൂട്ടം ജ്യൂസുകൾ ഷെയർ ചെയ്താണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിൽ മാത്രം വാട്ടർമെലൺ ജ്യൂസ് ഞാൻ അടിക്കുന്നുള്ളൂ. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് വാട്ടർമെലൺ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് പഞ്ചസാരയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് സെറ്റായിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റി. വാട്ടർമെലൺ ജ്യൂസ് ഞാൻ കുറച്ച് മുന്നേ അടിച്ചു. എന്നാന്ന് വെച്ചാൽ ബോട്ടിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ പോകുന്ന പാർക്ക് ഖുറാനിക് പാർക്ക്, അൽ കവനീജ് ഖുറാനിക് പാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ദൂരെയല്ല. നമ്മുടെ വർസാനിൽ നിന്നൊരു 15-20 മിനിറ്റ്സ്, ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ബ്ലാക്ക് ടീ, ചായ, അതുപോലെ തന്നെ ജ്യൂസ് ഒന്ന് തണുപ്പിക്കണം, അങ്ങനെ. അപ്പോൾ എൻ്റെ പരിപാടികൾ ഓരോന്നായിട്ട് കഴിയുകയാണ്. ഇപ്പോൾ ഫൈനലായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിപ്പോൾ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും പോലെ കോമൺ ആയിട്ടുള്ള എൻ്റെ ചിക്കൻ കറി. അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പത്തിരിയും നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 4-5-6 ഫാമിലീസും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് തന്നെയാണ് ബാച്ചിലേഴ്സും. അങ്ങനെ കുറച്ച് പേരെ നമ്മളെല്ലാവരും കൂടിയാണ് ഒത്തുകൂടുന്നത്. ഒരു 10-20 പേരുടെ 15-20 ഇടയ്ക്ക് എല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ ക്വാണ്ടിറ്റി വൈസ് എല്ലാവരും കുറച്ച് കൂട്ടി തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പൊടികളും ഒക്കെ ഇട്ടു. മസാല നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി. പിന്നെ നമ്മളിതാ ഫ്രിഡ്ജിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് കൂടുതൽ നേരം ഇരുന്നുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് ചെറിയ പീസസായിട്ടാണ് കട്ട് ചെയ്തത്. കാരണം നമ്മുടെ വീട്ടിൽ വലിയ പീസായിട്ടാണ് എന്നും കഴിക്കുന്നത്. ഇവിടെ ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ പീസായിട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ചിക്കൻ കുറച്ച് സ്മോൾ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചിക്കനും ഇട്ട് മസാലയൊക്കെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടൈമുണ്ട്. അതുകൊണ്ട് ചിക്കൻ പതിയെ സ്ലോ കുക്ക് ചെയ്ത് കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കൂടുതൽ നേരം സ്ലോ കുക്ക് ചെയ്ത് പതിയെ ചിക്കൻ കറി റെഡിയായാൽ മതി. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ചായയുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ ജ്യൂസ് വരെ അടിച്ചു വെച്ചു. ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്നാക്സ് റെഡിയായി, ഫ്രൂട്ട്സ് റെഡിയായി, അതുപോലെ തന്നെ മെയിൻ കോഴ്സ് ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജ്യൂസ് എല്ലാം റെഡിയായിട്ടുണ്ട്. ജ്യൂസ് തണുക്കാനായിട്ട് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഇനിയിപ്പോൾ ചിക്കൻ കറി നമ്മൾ ലാസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഒന്ന് കുറുക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ടേബിളിൽ എല്ലാം ഞാൻ കിച്ചണിൽ കാണിച്ച ഐറ്റംസ് ഓരോന്നായിട്ട് ഇപ്പോൾ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഈ ചിക്കൻ കറിയും കൂടെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് അതും വേറൊരു കണ്ടെയ്നറിലാക്കി അടച്ച് ഓരോന്നോരോന്ന് കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ വാട്ടർമെലൺ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആ വൈറ്റ് ഫ്ലാസ്കിൽ നമ്മൾ ചായ ഇട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പ്ലേറ്റും
അതുപോലെ തന്നെ സ്പൂണും ഗ്ലാസും, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാം വെൽ പ്രിപ്പയർ ആയിട്ടുള്ള, ഇതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് പോലെ തന്നെ ഇതുപോലെ 4-5 ഫാമിലീസ് ഇനിയും ഇതുപോലെ സ്നാക്സും ഫ്രൂട്ട്സും മെയിൻ കോഴ്സും കറികളും ജ്യൂസും ചായയും എല്ലാമായിട്ട് നമ്മുടെ 4-5 ഫാമിലീസ് ഇനിയും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടി ആകുമ്പോഴത്തേനും ഒരു വലിയ ഒരു ഇഫ്താർ വിരുന്ന് തന്നെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഇഫ്താർ മീറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യമായിട്ടുള്ള കുക്കിങ്ങും ഇത്രയും ആളുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നാണ് നമ്മളുടെ ശരിക്കുള്ള റമദാൻ ഇഫ്താർ ആയിട്ട് നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ ഇഫ്താർ മീറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്. അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ അൽ കവനീജ് ഖുറാനിക് പാർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാമിലീസ് ഇതാ അവിടെ കുറച്ച് ഫാമിലീസ് എത്തിയിട്ടുണ്ട്, ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം നമ്മുടെ നോമ്പ് മുറിക്കുന്നത് ഒരു 6:30 കൂടിയിട്ടൊക്കെയാണ്. നമ്മൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം പാർക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഖുറാനിക് പാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ പല പല പ്രാവശ്യം വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പാർക്കാണ്. അപ്പോൾ പാർക്കിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. കാരണം ഓരോരോരോരോ സൈഡിലായിട്ടും റംലാൻ ഇഫ്താർ നോമ്പ് തുറക്കാനായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു വലിയ പാർക്കാണ്. ഏക്കർ കണക്കിന് സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഖുറാനിക് പാർക്ക് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള നമ്മളിപ്പോൾ പാർക്കിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം.